നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ തോൽപ്പാവക്കൂത്താണ് കേട്ടോ. തോൽപ്പാവക്കൂത്തിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ഞാൻ അത് കണ്ടു, ആഴത്തിൽ പഠിച്ചു. എൻ്റെ ഒത്തിരി നാളത്തെ പരിശ്രമമുണ്ട് ഈ വീഡിയോയ്ക്ക് പിറകിൽ. എല്ലാവരും മുഴുവൻ വീഡിയോയും കാണണേ. ഈ വീഡിയോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് എന്നെ സഹായിച്ച പത്മശ്രീ രാമചന്ദ്ര പുലവർക്കും അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് പുലവർക്കും നന്ദി അറിയിക്കുന്നു. തോൽപ്പാവക്കൂത്ത് നിളാതീരത്തെ തനത് അനുഷ്ഠാന കലകളിൽ വളരെ പ്രശസ്തവും പാരമ്പര്യനിഷ്ഠവുമായ കലാരൂപം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാരൂപം. നിഴലും നാടകവും നൃത്തവും ചേർന്ന കലാരൂപം. 2000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊരു നിഴൽക്കൂത്താണ്. ആര്യ ദ്രാവിഡ സംസ്കാര സംയോജനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് തോൽപ്പാവക്കൂത്ത്. വള്ളുവനാട്ടിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ആചാരപരമായ ദൈവാരാധനയുടെ ഭാഗമായ കലാരൂപമാണിത്. പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഭാഗികമായും അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഏകദേശം 105ഓളം ദേവീക്ഷേത്രങ്ങളിലാണ് കൂത്ത് നടത്തിവരുന്നത്. മൃഗങ്ങളുടെ തോൽ കൊണ്ടുള്ള പാവകൾ ഉപയോഗിച്ചുള്ള കൂത്തായതിനാലാണ് തോൽപ്പാവക്കൂത്ത് എന്ന പേര് വന്നത്. രാമായണമാണ് ഇതിലെ പ്രതിപാദ വിഷയം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ നിഴൽക്കൂത്ത് നിലവിലുണ്ടെങ്കിലും കേരളത്തിലാണ് ഇവ കൂടുതലായും ആചാരപരമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറാറുള്ളത്. ദേവീപ്രീതിക്കായി നടത്തിവരുന്ന ഈ അനുഷ്ഠാനത്തിനു പിറകിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ദേവന്മാർക്കും ഋഷികൾക്കും മാനവർക്കുമെല്ലാം ശല്യമായ ദാരികൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. ഈ അസുരനെ നിഗ്രഹിക്കുവാനായി പരമശിവൻ തൻ്റെ കണ്ടത്തിലെ കാളകൂട വിഷത്തിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ഏറെ നാൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഭദ്രകാളി ദാരികനെ വധിച്ചു. ദാരികനും കാളിയും തമ്മിൽ യുദ്ധം നടന്ന അതേ സമയത്തു തന്നെയാണ് രാമരാവണ യുദ്ധവും നടന്നത്. അതുകൊണ്ട് രാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് കാണാൻ കാളിക്കു സാധിച്ചില്ല. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയാത്തതിൽ ദേവി അസന്തുഷ്ടയായി പിതാവായ പരമശിവനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം മറുപടി കൊടുത്തത് ഇങ്ങനെ: മലനാടിലേക്ക്, ഇന്നത്തെ കേരളത്തിലേക്ക് നീ പോയി വസിക്കൂ. നിന്നെ സേവിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യവും കൊടുക്കൂ. അവർ നിനക്ക് രാമരാവണ യുദ്ധം നിഴൽ നാടക രൂപത്തിൽ അവതരിപ്പിച്ചു കാണിച്ചു തരും. അങ്ങനെ രാമായണ കഥ ദേവിയെ കാണിക്കുന്നതിന് നിഴൽ നാടകരൂപമായി അവതരിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. കൂത്തിന്റെ ഉത്ഭവം തമിഴ്നാട്ടിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനു പകരം കമ്പർ എഴുതിയ രാമായണം കൂത്തിൻ്റെ മൂലകൃതിയായത് അങ്ങനെയാവാം. സാക്ഷാൽ പരമശിവൻ തന്നെ തൻ്റെ പുത്രിയായ ഭദ്രകാളിക്കു വേണ്ടി കമ്പരുടെ രൂപത്തിൽ അവതരിച്ച് കമ്പരാമായണം എഴുതിയെന്നാണ് വിശ്വാസം. തമിഴകത്തു നിന്നും തോൽപ്പാവക്കൂത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും ആര്യങ്കാവ് ക്ഷേത്രത്തിൽ കൂത്ത് വഴിപാടായി നടത്താൻ തീരുമാനിച്ചത് കവളപ്പാറ മൂപ്പിൽ നായരാണ് എന്ന് പറയപ്പെടുന്നു. കവളപ്പാറ സ്വരൂപത്തിൽ ആൺകുട്ടികൾ ഇല്ലാതായപ്പോൾ ഗണപതി രവി ഉണ്ണി എന്ന മൂപ്പിൽ നായർ ആൺകുട്ടി ജനിച്ചാൽ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണം തോൽപ്പാവക്കൂത്തായി അവതരിപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു. ആൺകുട്ടി ജനിച്ചപ്പോൾ മധുരയിൽ നിന്നും തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരെ കൊണ്ടുവന്ന് മാൻതോലിൽ തോൽപ്പാവകൾ ഉണ്ടാക്കിച്ച് സമ്പൂർണ്ണ രാമായണം തോൽപ്പാവക്കൂത്ത് നടത്തി. 400 കൊല്ലം മുമ്പ് കൂത്തിന് വേണ്ടുന്ന പാവകൾ ഉണ്ടാക്കാൻ ചെലവായ തുകയെക്കുറിച്ച് കവളപ്പാറ മൂപ്പിൽ നായരുടെ പഴയ രേഖകളിൽ പറയുന്നത് ഇങ്ങനെ: 1500 ഉറുപ്പികയും എത്രയോ അണയും. 400 കൊല്ലം മുമ്പ് ചെലവായതാണ് കേട്ടോ. ഇന്ത്യയിൽ സമ്പൂർണ്ണ രാമായണം തോൽപ്പാവക്കൂത്തായി അവതരിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം ആര്യങ്കാവ് ക്ഷേത്രമാണ്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടത്താറുണ്ടെങ്കിലും സമ്പൂർണ്ണ രാമായണം അവതരിപ്പിക്കാറില്ല. രാമായണത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. സാധാരണയായി ക്ഷേത്ര മതിലിനകത്താണ് എല്ലാ കലാരൂപങ്ങളും അരങ്ങേറാറുള്ളത്. എന്നാൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത് ക്ഷേത്ര മതിലിനു പുറത്ത്
ദേവിക്ക് അഭിമുഖമായി പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള കൂത്തുമാടങ്ങളിലാണ്. സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയ ആദ്യത്തെ വിപ്ലവ കലയാണ് തോൽപ്പാവക്കൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കൂത്തുമാടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 42 അടി നീളവും 12 അടി വീതിയും 6 അടി ഉയരവുമുള്ള സ്റ്റേജാണ് കൂത്തുമാടം. കൂത്തുമാടത്തിൽ മുകളിൽ വെള്ളയും താഴെ കറുപ്പും തുണി കൊണ്ട് നീളത്തിൽ തിരശീല കെട്ടുന്നു. ഇങ്ങനെ വലിച്ചു കെട്ടുന്ന തുണിയെ ആയപ്പുടവ എന്നും കെട്ടുന്ന ചടങ്ങിനെ കൂറ കയറ്റുക എന്നുമാണ് പറയുന്നത്. വെളുത്ത പ്രതലം ഭൂമിയെയും സ്വർഗത്തെയും കറുത്ത പ്രതലം പാതാളലോകത്തെയും പ്രതിനിധീകരിക്കുന്നു. പാവകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ്വിമാന സ്വഭാവമുള്ള മട്ടിലുള്ള പാവകളാണ് ഉണ്ടാക്കുന്നത്. പാവകളുടെ ചലനത്തിലെ നാടകീയത വർദ്ധിപ്പിക്കാൻ പാവകളിൽ നിറയെ തുളകളും ഇട്ടിരിക്കും. ഇത് നിഴലുകളുടെ ആസ്വാദ്യത കൂട്ടുന്നു. മാൻതോലിന് പവിത്രവും ശുദ്ധവുമായ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ മാൻതോൽ ഉപയോഗിച്ചാണ് പാവ നിർമ്മിച്ചിരുന്നത്. എന്നാലിപ്പോൾ മാൻതോൽ ലഭിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കാള, ആട് എന്നീ മൃഗങ്ങളുടെ തോലുകളിലാണ് പാവകൾ നിർമ്മിക്കുന്നത്. വെള്ളവും ചാരവും ഉപയോഗിച്ച് കട്ടിയുള്ള ഒരു പേസ്റ്റ് ആദ്യം തോലിൻ്റെ രോമമുള്ള ഭാഗത്ത് പുരട്ടി ഒരു ബോർഡിൽ അരികുകൾ വലിച്ചു കുത്തി ഒരാഴ്ചയോളം ഉണക്കാൻ വയ്ക്കും. മുളയോ കുപ്പിച്ചില്ലോ കൊണ്ട് രോമങ്ങൾ കളഞ്ഞ് ചർമ്മം വൃത്തിയാക്കി പാവയുടെ രൂപരേഖ അതിൽ വരയ്ക്കും. പാവകളുടെ കറുത്ത നിഴലാണ് സ്ക്രീനിൽ പതിക്കേണ്ടത് എന്നതിനാൽ തോലിൻ്റെ സ്വാഭാവിക കട്ടി ശ്രദ്ധയോടെ നിലനിർത്തുന്നു. പാവകളുടെ ആകൃതികളും മുഖഭാവവും അലങ്കാരങ്ങളും അവയുടെ നിഴലുകളിൽ കൃത്യമായി തനിപ്പകർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ചർമ്മം ശ്രദ്ധാപൂർവം മുറിക്കും. നിഴലിനെ ഉയർത്തിക്കാട്ടുന്നതിനായി തോലിൽ ചെറിയ ദ്വാരങ്ങളിടും. തുടർന്ന് വ്യത്യസ്ത രൂപത്തിലും വലിപ്പത്തിലുമുള്ള പാവകൾ ഉളി ഉപയോഗിച്ച് ചെത്തിയെടുക്കും. തുകൽ വാടി വശങ്ങളിലേക്ക് നീങ്ങുന്നത് തടയുന്നതിനായി ഒരു മുളയുടെ കഷ്ണം പാവയുടെ മധ്യഭാഗത്ത് മുഴുവൻ നീളത്തിൽ ലംബമായി ഉറപ്പിക്കും. പാവകളെ തിരിച്ചറിയുന്നതിനും അവയെ സജീവമാക്കുന്നതിനും വിവിധ നിറങ്ങൾ നൽകും. കൃത്രിമ നിറങ്ങളല്ല, മരങ്ങളുടെ കാതൽ കാച്ചിക്കുറുക്കിയാണ് നിറങ്ങൾ ഉണ്ടാക്കുന്നത്. ചപ്പങ്കം മരത്തിൻ്റെ പുറംതൊലിയും കസവ് മരത്തിൻ്റെ ഇലകളും വെള്ളത്തിൽ തിളപ്പിച്ച് ചുവപ്പ് നിറം, വെളിച്ചെണ്ണ വിളക്കിലെ കരിയും വേപ്പ് മരത്തിൻ്റെ ഇലകളിൽ നിന്നുള്ള പശയും ഉപയോഗിച്ച് കറുപ്പ് നിറം, പ്ലാവിൽ നിന്നും മഞ്ഞ, വേങ്ങമരത്തിൽ നിന്നും ബ്രൗണ്, തേക്ക്, അമരയില ഇതെല്ലാം നിറത്തിനായി ഉപയോഗിക്കുന്നു. മുകളിൽ പറഞ്ഞ മരങ്ങളുടെയെല്ലാം കാതൽ 10 ലിറ്റർ വെള്ളത്തിൽ മണിക്കൂറുകളോളം കുറുക്കി ഏകദേശം 1 ലിറ്റർ ആക്കിയെടുക്കും. ഇതാണ് പാവകൾക്ക് നിറം കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ചലിക്കുന്നുവോ അതേ ചലനങ്ങളാണ് പാവകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. കഥയിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങളുടെയും ഇരിപ്പ്, നടത്തം, പോരാട്ടം എന്നീ 3 വ്യത്യസ്ത ഭാവങ്ങൾ പാവകളാൽ പ്രതിനിധീകരിക്കുന്നു. സാധാരണയായി പാവയുടെ ഒരു കൈ മാത്രം ചലിപ്പിക്കാനാകുന്ന രീതിയിൽ ഉറപ്പിക്കും. യുദ്ധത്തിന് വേണ്ടുന്ന അമ്പും വില്ലും പിടിക്കാനും മുഷ്ടി പിടിക്കാനുമുള്ള പാവകൾക്ക് 2 കൈകളും ചലിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. മൃഗങ്ങളെയും പക്ഷികളെയും പ്രതിനിധീകരിക്കുന്ന പാവകൾക്ക് വ്യത്യസ്ത തരം സന്ധികൾ നൽകുന്നു. മരങ്ങൾ, പർവ്വതം, സമുദ്രം തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത പാവകളുണ്ട്. ഓരോ പ്രധാന കഥാപാത്ര പാവകൾക്കും കൃത്യമായ അളവുകളുണ്ട്. വേണ്ടവിധം സൂക്ഷിച്ചാൽ ഒരു പാവ 100 വർഷത്തോളം ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന് 4 വ്യത്യസ്ത പാവകൾ വേണ്ടിവരും. ശ്രീരാമൻ, ലക്ഷ്മണൻ, രാവണൻ, ബാലി എന്നീ കഥാപാത്രങ്ങൾക്ക് ഇരുത്തുപാവ, നിറുത്തുപാവ, നടത്തുപാവ, യുദ്ധപാവ എന്നീ 4 രൂപങ്ങൾ വേണം. യുദ്ധപാവ ഒഴികെ 3 രൂപത്തിലും സീതയെ ഉണ്ടാക്കുന്നു. കൂടുതൽ കഥാപാത്രങ്ങളും നിറുത്തുപാവയാണ്. മറ്റു പാവകൾ ആന, കുതിര, വാനരന്മാർ, ഉരകം, പർവ്വതം, സമുദ്രം, അശോകമരം,
പൊയ്ക എന്നിവയാണ്. തോൽപ്പാവകളെ വെള്ളത്തിരശീലയിൽ നല്ല മൂർച്ചയും ബലവുമുള്ള കാരമുള്ള് ഉപയോഗിച്ച് കഥയ്ക്കനുയോജ്യമായ രീതിയിൽ ക്രമപ്രകാരമായി തറച്ചുവെക്കുന്നു. പാവകളിന്മേൽ ഉറപ്പിച്ച ഒരു വടി താഴേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടാകും. പിറകിൽ സജ്ജമാക്കുന്ന വിളക്ക് തിരശീലയിൽ തോൽപ്പാവകളുടെ നിഴലുകൾ വീഴ്ത്തും. കൂത്തുകവി താളമിട്ട് പാട്ടുപാടുന്നതിനനുസരിച്ച് ഒരാൾ ബന്ധപ്പെട്ട കഥാപാത്രങ്ങളുടെ പാവകളെ അവയുടെ നീണ്ടു നിൽക്കുന്ന വടിയിൽ പിടിച്ചുകൊണ്ട് ചലിപ്പിക്കുന്നു. തിരശീലയിൽ വീഴുന്ന നിഴലുകളുടെ ചടുലത നിയന്ത്രിച്ചുകൊണ്ട് അവിടെ വീഴുന്ന ദൃശ്യം സന്ദർഭോചിതമായ ഭാവപുഷ്ടിയോടെ അവതരിപ്പിക്കപ്പെടുന്നു. തിരശീലയ്ക്ക് പിറകിൽ ഇടുങ്ങിയ ഒരു മരപ്പലക 1.5 മീറ്റർ ഉയരത്തിൽ കുറച്ചകലത്തിലായി സ്റ്റേജിൻ്റെ മുഴുവൻ നീളത്തിൽ പിടിപ്പിക്കും. കൂത്തിന് ആവശ്യമായ പ്രകാശ സജ്ജീകരണം വിളക്കുമാടം എന്നറിയപ്പെടുന്ന ഈ പലകയിലാണ് സ്ഥാപിക്കുക. 21 തേങ്ങാമുറികളോ ചെരാതുകളോ വിളക്കുമാടത്തിൽ ഒരേ നിലയിൽ തുല്യ അകലത്തിൽ സ്ഥാപിക്കും. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കട്ടിയുള്ള കോട്ടൺ തിരികൾ കത്തിച്ചാണ് പാവകളുടെ നിഴൽ തുണിയുടെ മറുവശത്ത് കാണത്തക്ക വിധം പ്രകാശം ക്രമീകരിക്കപ്പെടുന്നത്. മരപ്പശ ഉണക്കിയുണ്ടാക്കുന്ന തെല്ലിപ്പൊടി വിളക്കുകളുടെ ജ്വാലയിലേക്ക് എറിയുന്നതിലൂടെ അധിക ലൈറ്റിംഗ് ഇഫക്റ്റുകൾ സൃഷ്ടിക്കുന്നു. ഏഴിപ്പറ, ഇലത്താളം, ചെണ്ട, മദ്ദളം, ചിലങ്ക, കുറുങ്കുഴൽ എന്നിവയാണ് തോൽപ്പാവക്കൂത്തിനുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. യുദ്ധത്തിൻ്റെ രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോഴും പോരാളികളുടെ സംഭാഷണം കൈമാറുമ്പോഴും താളത്തിനനുസൃതമായി പ്രത്യേക വായ്ത്താരികളും ശബ്ദങ്ങളും ചേർക്കും. മുൻകാലങ്ങളിൽ പാവനിർമ്മാണം, പാവചലിപ്പിക്കൽ, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കൽ എല്ലാം ഓരോ വിഭാഗക്കാരുടെ അവകാശങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരേ സംഘം ആളുകൾ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് 15ഓളം സംഘങ്ങൾ ഇപ്പോൾ കൂത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ചില സംഘങ്ങളുടെ പേരുകൾ പറയാം. കവളപ്പാറ സംഘം, മാത്തൂർ സംഘം, പുത്തൂർ സംഘം, പാലപ്പുറം സംഘം, കുത്തന്നൂർ സംഘം. കമ്പരാമായണത്തിലെ എല്ലാ എപ്പിസോഡുകളും അവതരിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ തോൽപ്പാവക്കൂത്ത് അവതരണം എല്ലാ ദിവസവും 7-8 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രകടനങ്ങളോടെ പൂർത്തിയാക്കാൻ 21 ദിവസമെടുക്കും. പരമ്പരാഗതമായി തോൽപ്പാവക്കൂത്ത് പ്രകടനം രാത്രിയിൽ ആരംഭിച്ച് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. കൂത്ത് അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ പാരമ്പര്യമനുസരിച്ച് 7, 14, 21, 41, 71 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. 7 ദിവസമുള്ള കൂത്തിന് ഏകദേശം 35 പാവകളും 21 ദിവസത്തെ കൂത്തിന് 180 മുതൽ 200 പാവകളും ആവശ്യമാണ്. പുലവർ, ദൈവത്തിന് കഥ പറയാൻ നിയോഗിക്കപ്പെട്ടവർ. രാത്രിയുടെ യാമങ്ങളിൽ രാമായണ കഥ ചൊല്ലി നാടിനെ കാക്കുന്നവർ. പുലവർ എന്നത് ഒരു പ്രത്യേക ജാതിയോ കുലമോ അല്ല. പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കുള്ള ഒരു പ്രത്യേക പദവിയാണ്. തോൽപ്പാവക്കൂത്തിൻ്റെ മൂലകൃതി കമ്പരാമായണമാണ്. ആദ്യകാലങ്ങളിൽ പാലി ഭാഷയിലാണ് സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് ആര്യ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമായി സംസ്കൃതത്തിലേക്കും അതിനുശേഷം കമ്പരാമായണം തോൽപ്പാവക്കൂത്ത് ആടൽപ്പറ്റ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഈ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിയതിൽ പ്രധാനി ചിന്നത്തമ്പി വാദ്യാറാണ്. കമ്പരാമായണത്തിലെ 12126 ശ്ലോകത്തിൽ ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള 3126 ശ്ലോകങ്ങളാണ് തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്നത്. കൂത്ത് അവതരിപ്പിക്കുന്ന കലാകാരന്മാർ കാലാകാലങ്ങളിൽ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമാം വിധം സ്വന്തം വാക്യങ്ങളും വിശദീകരണങ്ങളും സംഭാഷണങ്ങളും ചേർത്തുന്നു. ഗുരുവിൽ നിന്ന് അവ ശിഷ്യന്മാർക്ക് വാമൊഴിയായി കൈമാറും. ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമായാണ് പാവക്കൂത്ത് നടത്തുന്നത്. പ്രകടനം ആരംഭിക്കുന്നതിനു മുൻപ് പ്രത്യേക പൂജകളും സൂര്യാസ്തമയത്തിന് ശേഷം ദേവിക്ക് വഴിപാടുകളും നടത്തി ദേവിയുടെ വിഗ്രഹത്തിനു മുന്നിൽ കത്തുന്ന എണ്ണവിളക്കിൽ നിന്ന് ഒരു തൂക്കുവിളക്ക് കത്തിച്ച് കൂത്തുമാടത്തിലേക്ക് കൊണ്ടുവരുന്നു. വാദ്യോപകരണത്തിൻ്റെ അനുബന്ധമായി ഇത് കൂത്തുമാടത്തിനു മുന്നിൽ തൂക്കിയിട്ട ശേഷമാണ് കൂറയിടൽ. പിന്നീട്
കളരിച്ചിന്ത് ചടങ്ങ്. ശേഷം ഗണപതി, സരസ്വതി, മഹാവിഷ്ണു, മറ്റു ദേവീദേവന്മാർ എന്നിവരുടെ അനുഗ്രഹത്തിനായി സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. തുടർന്ന് തൂക്കുവിളക്കെടുത്ത് കലാകാരന്മാർ തിരശീലയ്ക്ക് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന 21 വിളക്കുകൾ കത്തിക്കും. പ്രകടനത്തിൻ്റെ വിജയം ഉറപ്പാക്കുന്നതിന് രംഗപൂജ. ശേഷം ഗണപതിയെ തിരശീലയിൽ അവതരിപ്പിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യും. പിന്നീട് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി യാഗങ്ങളും ത്യാഗങ്ങളും നടത്തിയ ദേവന്മാരെ സ്തുതിച്ചുള്ള ഗീതങ്ങൾ, തോൽപ്പാവക്കൂത്ത് ഗുരുക്കന്മാർക്ക് ഗുരുവന്ദനം എന്നിവയും അരങ്ങേറും. ഈ ചടങ്ങുകൾ അവസാനിക്കുമ്പോഴാണ് പ്രകടനം ആരംഭിക്കുക. ശ്രീരാമ പട്ടാഭിഷേകത്തോടെ അവസാനിക്കുന്ന കൂത്തിനെ തുടർന്ന് തിരശീല നീക്കം ചെയ്യുകയും പുലവർ അതിനെ കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ഉപയോഗിച്ച ഒരു മൂടുശീല വീണ്ടും ഉപയോഗിക്കരുതെന്നാണ് ആചാരം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്തിൻ്റെ സീസൺ ജനുവരി ആദ്യം മുതൽ മെയ് അവസാനം വരെയാണ്. ഒരു കാലഘട്ടത്തിൽ ആചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രമതിലിനകത്ത് മാത്രം നടത്തിവന്നിരുന്ന തോൽപ്പാവക്കൂത്ത് 1968-70 കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMSന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നടന്ന ലോക മലയാളി സമ്മേളനത്തിൽ ആദ്യമായി ക്ഷേത്ര മതിലിനു പുറത്ത് കൃഷ്ണൻകുട്ടി പുലവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നവും നേരിട്ടിരുന്നു. എന്നാലും അദ്ദേഹം ഈ കലാരൂപത്തെ കൈവിട്ടില്ല. കൂടുതൽ ഊർജ്ജസ്വലതയോടെ തോൽപ്പാവക്കൂത്തിനെ മുറുകെ പിടിച്ചു. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ കൂത്ത് അവതരിപ്പിച്ചു. അങ്ങനെ നമ്മുടെ കലാരൂപം കേരളം കടന്ന് ഇന്ത്യയുടെ ശ്രദ്ധയിലേക്കെത്തി. ആധുനിക ലോകത്ത് തോൽപ്പാവക്കൂത്തിനെ ലോകപ്രശസ്തിയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ കൂനത്തറയിലുള്ള അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ഈ അനുഷ്ഠാന കലയെ അതിൻ്റെ തനിമ ചോരാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നു. പഴയ അനുഷ്ഠാന രൂപത്തിൽ കൂത്ത് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക ലോകത്തിനനുസൃതമായി തോൽപ്പാവക്കൂത്തിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ കൃഷ്ണൻകുട്ടി പുലവരുടെ മകൻ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. പരമ്പരാഗത കലകളോട് പുതുതലമുറ മുഖം തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് അപവാദമാണ് കൃഷ്ണൻകുട്ടി പുലവരുടെ കുടുംബം. അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ഈ കലാരൂപം അതിൻ്റെ തനിമ ചോരാതെ ജനകീയമായി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂത്തുമാടം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ ഈ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നിശബ്ദമായ ഒരു വിപ്ലവം തന്നെ നടന്നു. അങ്ങനെ രാമചന്ദ്ര പുലവരുടെ വീട്ടിലെ പെൺപട പെൺപാവക്കൂത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രാജലക്ഷ്മി, മകൾ രജിത, മരുമകൾ അശ്വതി രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പെൺപാവക്കൂത്ത് നടത്തിവരുന്നു. 3000-ൽ കൂടുതൽ ശ്ലോകങ്ങൾ പഠിക്കണം. രാത്രി മുതൽ പുലർച്ചെ വരെ തുടർച്ചയായി കുറേ ദിവസങ്ങൾ പരിപാടി അവതരിപ്പിക്കണം. ഇതൊക്കെയായിരിക്കാം ഈ രംഗത്തു നിന്നും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ടത്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയ വിനോദ പരിപാടികളുടെ ബദൽ പ്ലാറ്റ്ഫോമുകളുടെ വരവും സാംസ്കാരിക മൂല്യങ്ങളുടെ മാറ്റവും കാരണം തോൽപ്പാവക്കൂത്തും മറ്റു പല പരമ്പരാഗത രൂപങ്ങളെയും പോലെ ഭീഷണി നേരിടുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പോലും ഇതിനുള്ള കാണികൾ കുറഞ്ഞു. സാമൂഹിക മാറ്റങ്ങളെ നേരിടാൻ കൃഷ്ണൻകുട്ടി പുലവർ കൂത്തിനെ കൂത്തമ്പലങ്ങളിൽ നിന്ന് പുറംലോകത്തേക്കെത്തിച്ച് ജനകീയമാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറകളും അത് പിന്തുടരുന്നു. സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഗാന്ധിക്കൂത്ത്, മഹാബലിക്കൂത്ത്, മതമൈത്രി കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, യേശു കഥകൾ, ആൻറ്റി റാഗിംഗ് ബോധവൽക്കരണം, ഇലക്ഷൻ പ്രചാരണം, ഷേക്സ്പിയർ കഥകൾ ഇവയെല്ലാം ഇവരുടെ നേതൃത്വത്തിൽ തോൽപ്പാവക്കൂത്തായി അവതരിപ്പിച്ചു വരുന്നു. സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി കൂത്തിൻ്റെ മഹനീയമായ ചിത്ര, സംഗീത, നിഴൽ നാടക കലാപാരമ്പര്യത്തെ ആധുനികമായ തിയേറ്റർ സംഗീതം ഉപയോഗിച്ച് വളർത്തിയെടുത്താൽ ഈ അത്യുന്നതമായ അനുഷ്ഠാന കല ലോകത്തിലേക്കും മികച്ചതായി എന്നും ഇതുപോലെ നിലനിൽക്കും. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ലോകത്ത് എല്ലായിടത്തും പാവക്കൂത്തുണ്ടെങ്കിലും ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. എണ്ണവിളക്കിൻ്റെ പ്രഭയിൽ, പുരാണ കഥകളുടെ മിഴിവിൽ, പാവകളുടെ തികവിൽ, ദൃശ്യപ്പൊലിമയുടെ നിറവിൽ
നമ്മുടെ കേരളത്തിലെ കൂത്തിനെ വെല്ലുന്ന മറ്റൊരു പാവക്കൂത്ത് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാലാനുസൃതമായി മാറ്റങ്ങൾ വരട്ടെ. ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി പ്രീതിക്കായി രാമരാവണ കഥകൾ പറയാൻ സ്ത്രീകൾക്ക് കഴിയട്ടെ. ക്ഷേത്രങ്ങളിൽ സ്ത്രീ ശബ്ദം മുഴങ്ങുന്ന കാലം വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. പത്മശ്രീ രാമചന്ദ്ര പുലവരുടെയും അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് പുലവരുടെയും നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ നടന്ന തോൽപ്പാവക്കൂത്തിൻ്റെ ചില വീഡിയോ ശകലങ്ങൾ ഇതാ. തോൽപ്പാവക്കൂത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. മൂഷികവാഹന മോദകഹസ്ത രാമകർണ വിവന്ദിയ വാമനരൂപ മഹേശ്വര വിഘ്ന വിനായക പാദം നമസ്തേ. ശരണം കടവാ. നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹകാന്തയോടുകൂടി ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമി. ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മശിക്ഷയുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നത് വരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. കനകമൃഗമേ, ஓடாதே நீ எங்கும் வந்தாய், உன்னை விரும்பியான் வந்தேன். சிரா கமல ஸ்ரீதேவி சென்று பிடித்து தாவென்றார். வாரா வாரா மானே. വാരുങ്ങളേ വാരുങ്ങൾ, എല്ലാവരും വാരുങ്ങൾ. ആഘോഷം എന്നവാകിലും ആഘോഷം ഓണമാകിലും. ഓണം പൊന്നോണം. മഹാബലി ചക്രവർത്തിയാണ് അവർ തങ്ങളുടെ മലയാളി പ്രജകളെ പാർക്കവരപ്പെട്ടതാണ് ഓണമാകിലും. ഓണത്തേക്ക് തൻ പ്രജകൾ മഹാബലിക്ക് എന്നാ കൊടുപ്പാർ? പ്രജകൾ ആവേശമായി ഓണം ആഘോഷിപ്പാറുകൾ. എല്ലാ ശൈലികൾക്കും ഓണത്തിന്റെ പേര് വയ്പ്പാറുകൾ. അതെന്താ പേരപ്പാ? അതായാലും ഓണക്കളി, ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണക്കോടി, ഓണം പൊന്നോണം. മതി മതി. ബോണസ് ഓണം, ഓണസമരം, ഓണക്കിറ്റ്, ഓണത്തപ്പൻ, ഓണത്തല്ല് എല്ലാം മഹാബലിയുടെ പേരിലായാലും. ബലി, മഹാബലി, ആരാകിലും മഹാബലി, മഹാബലിയുടെ പുരാണം എന്നവാകിലും. ഓഹോ, അവരെ പറ്റി കേട്ടു വെക്കുന്നതില്ലയോ? ആദ്യകാലത്തിൽ വിശ്വജീത്തെ എന്നുള്ളവരെ യാഗം നടത്തിന് അസുരചക്രവർത്തിയായും മഹാബലിയാണവർ. ശരി, ஆனால் பார்க்கலாம். മന്ദലത്തെ
യാത്രാക്കി വാസുവിയെ കയറാക്കി വേണുപോലെ കണയാക്കി ദേവന്മാരോ വാൽഭാഗം പിടിക്കും അസുരന്മാരോ തലഭാഗം പിടിച്ചുകൊണ്ട് നാട്ടിൽ കൂട്ടിക്കെട്ടി പാലാഴിമണം ഇത് തുടങ്ങിയാൽ പോകലാം പോകലാം കിളയോടു നിൻ വാഴ്വയില്ല ചുട്ടായിതു എന്ന തുടങ്ങിന നീ പട്ടായനവേ കൊടുപത്തിനിയെ വിട്ടേ കുതിയാൽ ഇതു പിന്നിടൻ ഞാൻ. ഹേ രാവണ, ദുഷ്ട, മഹാഭാവി, നീ അധർമ്മത്തിന് ഒരുങ്ങിയല്ലോ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. എടാ ജടായു, മൂട, ശവന്തീനി, തന്തക്കഴുവി, മഹാമേരു പർവ്വതം പറന്നു വരുന്ന പോലെ നീ പുലത്തിട്ടാകി അവിയകത്തുറകളാകി ഐന്തിണയാകി ചവിയുറ തെളിந்த തണ്ണൻ ഒഴുക്കവും തഴുവിച്ചാണ് കവിയന കിടந்த ഗോദാപുരിയിനെ വരായ് സോദര ലക്ഷ്മണ. തുതികൊണ്ടു നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യതാ തുമ്പങ്ങളണുകാമലിംബങ്ങളതാമല്ല സുഖശീരണ പെരുമൈതാ യാഹോ. അതുകൊണ്ട് പുത്രമിത്രാർത്ഥ കളത്രാദികൾ പരുന്തുതാൻ വന്നവരലാ യാമലപ്പൊഴുതുരുശിയോട് മന്നപ്പടക്കിന്റെ കനകമസുതാ യാഹോ. കമ്പക്കടകരി നടുവേരെല്ലാം മലവതാരകാരം രാമസ്വാമിയാനുடைய ശരണമെന്റെ ശ്രീപാദത്തുക്കുണ്ടാണ് വൈഭവമാനതേ ആരൊക്കെ ചെറിവരുമെന്നാൽ ഗൗതമുடைய പത്നിயான അകല്യ മാതാവുக்கு இல்லாமல் മറ്റു പേர்களுக்கும் தெரியாது தெரியாது ஜனாதிராமத்தோடு പരാക്രമമീതരതാപം ആദിന്യം നടുവേരെല്ലാം മലവതാരകാരം സ്വരൂപരാണ് നർമ്മദേ കാവേരി കന്യാകുമാരി ഗോദാവരി മുതലായ പുണ്യതീർത്ഥങ്ങളിൽ ചെന്ന് ക്രേത ദാപുരെ കലീലോ എന്ന് കാലം
വരയ്ക്കും തപസ് ചെയ്യപ്പെട്ട പേരുകൾക്ക് എന്താ പലനുണ്ടോ അന്ത പലനോ യജ്ഞമെന്റെ അശ്വമേധം ഗോമേധം ഇത് മുതലാന യാഗാദി കർമ്മങ്ങളെ ചെയ്യപ്പെട്ട പേരുകൾക്ക് എന്താ പലനുണ്ടോ അന്ത പലനോ മേരുവിന്റെ മഹാമേരുവിക്ക് സുവർണദാനം ചെയ്യപ്പെട്ട പേരുകൾക്ക് എന്താ പലനുണ്ടോ അന്ത പലനോ നടുവേരെല്ലാം അവതാരകാരൻ സ്വരൂപരാണ് ശ്രീരാമസ്വാമിയാനവരുടെ തപസ് കൊണ്ടാന വൈഭവം നടുവേരെല്ലാം അവതാരകാരൻ സ്വരൂപരാണ് ശ്രീരാമസ്വാമിയാനവരുടെ അമോഘമായി പടുവായിന്റെ അജ്ഞാകൃഷ്ണ വൈഭവമാണത് ആരൊക്കെ తెలియజేస్తారు അയോധ്യന്റെ ലവണസാഗരത്തേക്ക് മറ്റേ തിരിയുമല്ലാമൽ தெரியாது கட்டீரோ வெங்கையாடி ராமபாணம் பெரிய பாணம் വെള്ളത്തുള്ളേ ഗണപതി ചാമര കണ്ണ വിളമ്പിയ വിഘ്ന വിനായക പാദ നമസ്തേ ചാമര കണ്ണ വിളമ്പിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക കാലം മോഷികവാഹന മോദകം ചാമര കണ്ണ വിളമ്പിയ വിഘ്ന വിനായക പാദ നമസ്തേ ശ്രീ മഹാഗണപതിക്ക് പെരുമാളെ സ്തോത്രം ചെയ്ത് കൊള്ളലായിലേറി വിളയാട് മുഖമൊன்றേ ഈശ്വരോട് ജ്ഞാനമൊഴി പേശു മുഖമൊன்றേ ഓറുമുടിയാർ കവിലെ ദൗത്ത മുഖമൊன்றേ മാറുപടി ചോരന് പതക്ക മുഖമൊன்றേ മണം പുണരവൈത്ത മുഖമൊன்றേ ആറുമുഖമാണ് പൊരുതി അരുളൽ വേണ്ടോ അടിയമനാവതിയ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിക്ക് നമസ്കാരം അച്ഛയമ്മ കാമാക്ഷിയമ്മക്ക് നമസ്കാരം നിന്മയ നന്മയ നിത്യനിരാമയ പുവിരാമ മലർക്കണേ നയമുണ്ട് ജനീശ സദാശിവ നയമായ ശിവായ നമോ പാർവതി പാവനവരെ താണ്ഡവജി ദമ്പരേശ്വരക്ക് നമസ്കാരം മരക്കണ്ട ലക്ഷ്മിയാർ വല്ലവനാദി നാരായണ നമസ്കാരം നാൻകു മണ്ഡലത്തോട് വിരുമയപ്പെട്ടു മകനെ ഇന്ദ്രിയത്തെ നീ ചൊല്ലപ്പെടും എല്ലാം കാണ വേണം അതുക്കാർക്കൊണ്ട് യാവലാളികൾ എത്തട്ടാനെ ബലപ്പെടുത്തുകളെ എല്ലാം
ശരി, നമുക്ക് എല്ലാ പേരുകളൊക്കെ ചേർന്നുകൊണ്ട് സ്വാമി സമീപത്തേക്ക് പ്രയാണം ചെയ്ത് കൊള്ളലാം മനസ്സേ.